ടൈറ്റിൽ കണ്ടിട്ട് ആരും അതിശയിക്കൊന്നും വേണ്ട. നമ്മുടെ മലയാളികൾ, അതായത് പ്യൂർ മലയാളികളില്ലേ, അവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എസ്പെഷ്യലി ഇപ്പം ഞാൻ വന്നിട്ട് പ്യൂർ മലയാളി തന്നെയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്യൂർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഹൈദരാബാദിൽ നമ്മൾക്കറിയാവുന്ന കുറേ ഫാമിലീസ് ഉണ്ട് മലയാളികൾ. പക്ഷെ കുട്ടികൾക്ക് വന്നിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, തെലുഗു അല്ലാണ്ട് മലയാളം കഷ്ടിച്ച് സുഖമാണോ അല്ലെ കുരച്ച് പറയും ടൈപ്പുകൾ. കുറച്ച് പേർക്ക് അസలు മലയാളമേ അറിയില്ല. എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ പാരൻസ് എന്തായാലും മലയാളമല്ലേ സംസാരിക്കുക. ശരി, ഔട്ട്സൈഡ് ഫ്രണ്ട്സ് ഉണ്ടാവും, തെലുഗു, ഹിന്ദി, നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഒരുപാടുണ്ടാവും. ഓക്കെ, വീട്ടിൽ സംസാരിക്കുമ്പോൾ കുട്ടികൾ കേൾക്കാണ്ടിരിക്കുമോ? ഒരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിക്കുന്നത് നല്ലത് തന്നെയല്ലേ? അപ്പോൾ എന്തെങ്കിലും നമ്മൾ പ്രൗഡായിട്ടുള്ള മൊമെന്റ്സ് വരുമ്പോൾ മാത്രം ഞാൻ മലയാളിയാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർക്ക് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ എന്തിന് മലയാളീസിന് കൂടെ, നമ്മൾ കേരളത്തിലുള്ളവർക്ക് കൂടെ അത് തന്നെയല്ലേ, അറിയാവുന്നവർ കൂടെ എനിക്ക് കുരച്ച് അരിയും എന്ന് പറയാനുള്ള ആ രീതിയിലല്ലേ സംസാരിക്കുക. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിൽ പറയുന്ന, നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന മലയാളീസൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഹിന്ദി ആണെങ്കിൽ നമ്മൾ പ്രൊനൗൺസിയേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ മലയാളീസ് ആണല്ലേ, കേരള ആണല്ലേ, ഇതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈവൻ തമിഴന്മാരാണല്ലോ അങ്ങനെ തന്നെ. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മലയാളിയാണല്ലേ, എങ്ങനെ അറിയും, ഇംഗ്ലീഷ് കേട്ടപ്പോൾ മനസ്സിലായി എന്ന് പറയും. നമ്മൾ അങ്ങനെ ഡൗൺ ആയി, ഇപ്പോൾ സംസാരിക്കാനേ തോന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ അവർ ചോദിച്ചു കളയും. അതേ നമ്മൾ മലയാളീസ്, മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും മലയാളീസ്. അതേ ഇവിടെയുള്ള മലയാളീസ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ വേറെ മലയാളീസിനെ കാണുമല്ലോ. ഇപ്പം ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസ് ഇപ്പോൾ പുറത്തുനിന്ന് നഴ്സിങ്ങിന് പഠിക്കാൻ വന്നവരോ അല്ലെങ്കിൽ അങ്ങനെ കേരളത്തിൽ ജനിച്ച് വളർന്നിട്ട് ഇവിടേക്ക് ഇടയ്ക്ക് ഷിഫ്റ്റ് ആയി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ പ്രൊനൗൺസിയേഷൻ പറയുന്നത് നാട്ടിലെ പ്രൊനൗൺസിയേഷൻ തന്നെയായിരിക്കും. ഇവിടുത്തെ മലയാളികൾ അപ്പോൾ അവരെ കാണുമ്പോഴേക്കും അവർ പാവം ഇങ്ങനെ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴെങ്കിൽ അവിടുത്തെ നഴ്സുമാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ മലയാളിയാണല്ലേ എന്ന് ചോദിക്കും. എന്താ നിങ്ങൾ പ്രൊനൗൺസിയേഷൻ കേട്ടപ്പോൾ മനസ്സിലായി എന്ന് പറയും. അപ്പോൾ നമ്മളുടെ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ നമ്മളെ എന്താ പറയുക, അത് നമ്മളുടെ പ്രൊനൗൺസിയേഷൻ പറഞ്ഞാൽ നമ്മൾ അവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിച്ച പോലെ പറയുന്നത്. അതിൽ സ്പെഷ്യലായിട്ട് ഇംഗ്ലീഷിൽ വരുന്ന ഒരു അക്ഷരമാണ് ഓ എന്ന് പറയുന്ന ആ ലെറ്റർ, അത് വന്നിട്ട് ഇവിടെ ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നോർമലി നാട്ടിലെ മലയാളികൾ എങ്ങനെ പറയും, ഓഫീസ്, ജോബ്, കോഫി ഇങ്ങനെയൊക്കെയല്ലേ പറയാം. ഓ ഓ ഓ എന്ന് പറയുന്നില്ലേ, അതിനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യും. നിങ്ങളിങ്ങനെ സംസാരിക്കണോ ഇങ്ങനെ സംസാരിക്കണോ പറഞ്ഞിട്ട്. ഇപ്പം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്കും അറിയില്ലായിരുന്നു. നമ്മൾ ജോണി എസ് പപ്പ എന്നുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ടൈമിലൊക്കെ ജോണി എസ് പപ്പ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചിരിക്കും ആൾക്കാർ നമ്മളുടെ ഇത് കേൾക്കുമ്പോൾ. എസ്പെഷ്യലി ഇവിടുത്തെ മലയാളീസാണ്, നമ്മൾക്ക് അതാണ് ഏറ്റവും നമുക്ക് ഫീൽ ആവുന്നത്. ശരി, ഉള്ള തെലുങ്കന്മാരോ തമിഴന്മാരോ അവർ പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മളുടെ കൂടെ തന്നെയുള്ള മലയാളീസ് നമ്മളെ എങ്ങനെ പറഞ്ഞ് ട്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയോ അത് ഫീൽ ആയിട്ടുണ്ടാവും. അതേ പിന്നെ എസ്പെഷ്യലി ഓ എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് ട്രോൾ ആവുന്ന ഒരു വേർഡാണ്. അതേപോലെ പിന്നെ കുറേ ഉണ്ട്. നമ്മൾ ഹാവ് എന്നൊക്കെ ഉള്ള വേർഡ്സ് ഉണ്ടല്ലോ, ഐ ഹാവ് വാട്ട് ഇസ് ദാറ്റ്, എപ്പൻ അങ്ങനെയൊക്കെ പറയില്ലേ, അത് വന്നിട്ട് ഐ ഹാവ്, ഐ ഹാഡ് ഇത് പറയുമ്പോൾ ആ എയുടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ആപ്പിൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. നമ്മൾ മലയാളീസിനെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. പക്ഷേ കൂടുതലും മലയാളീസ് തന്നെയാണ് നമ്മളെ ട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മലയാളീസ്. കാരണം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അവരങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈവൻ ട്രോളന്മാർക്ക് പോലും നമ്മളുടെ മലയാളികളുടെ പ്രൊനൗൺസിയേഷൻ ട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പഴകി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സ്കൂളിലാണെങ്കിലും ഞാൻ ടീച്ചിങ് ആയിരുന്നു എന്ന്, ആ ടൈമിൽ വന്നിട്ട് ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലായിരുന്നു ഒരുപാട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നോർമലി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആരും നമ്മൾക്ക് കളിയാക്കാൻ വേണ്ടി വരില്ല. പക്ഷെ അതേ സമയം നമ്മൾ സ്കൂളിൽ പോയിട്ട് ഒരു 35-40 സ്റ്റുഡൻസ് ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ ഒരുപാട് വേർഡ്സ് ഉണ്ടാവും. ഈ ഓയും എയും ഒക്കെ ചേർത്തുള്ള കുറേ വേർഡ്സ് ഉണ്ടാവും. അതൊക്കെ പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ ഉണ്ടായിരുന്നു, കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ
കളിയാക്കും മീൻസ് നമ്മൾ ചിരിക്കും. അവർ ചിരിക്കുന്ന കാണുമ്പോൾ എന്തോന്നറിയാം ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള മട്ടിൽ അവർ സംസാരിക്കുന്നുണ്ടാവും. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ചില കുട്ടികൾ വന്നിട്ട് നമ്മളെടുത്ത് പറയും, മാം നിങ്ങളെ കളിയാക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള രീതിയിൽ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അലവാട്ടായി പോയി. പറയുന്നവർ പറയട്ടെ, അത്ര തന്നെ. നമ്മൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കേരളത്തിൽ വളർന്ന മലയാളീസ് അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഞാൻ പിന്നെ അതങ്ങ് ലൈറ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കും ഇത് ശരിയാണെന്ന് തോന്നി.